ഉരുൾപൊട്ടലിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ വിഷയം. ഇപ്പൊ ഇവിടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു, നമ്മളിപ്പോ പാലം, റോഡ്, വീടുകൾ, അങ്ങനെയുള്ള ഡെവലപ്മെന്റ് വരുമ്പോൾ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഹൈവേ ഡെവലപ്മെന്റ് ആയപ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ മാറ്റി താമസിപ്പിച്ചു, അവർക്ക് വേണ്ട കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തു. പക്ഷെ അതെല്ലാം നമ്മുടെ പൈസ തന്നെയാണ്, നമുക്ക് തിരിച്ചു തരുന്നേ ഉള്ളൂ. ടാക്സ് കൊടുക്കുന്ന പൈസ നമുക്ക് തിരിച്ചു തരുന്നല്ല, അത് ആരുടെയും മന്ത്രിമാരുടെ MLA കയ്യിൽ നിന്ന് എടുത്തല്ലേ വരുന്നത്. പക്ഷെ അതിനേക്കാളും ഇപ്പൊ ഇതുപോലുള്ള ഡിസാസ്റ്റർ ഉണ്ടാവുന്നത് എന്തായാലും അവിടെ ഒരു പരിസ്ഥിതി ലോല പ്രദേശം തന്നെയായിരുന്നു. അപ്പൊ അത് അവരെ മാറ്റി പാർപ്പിച്ച് വേണ്ട കോമ്പൻസേഷൻ കൊടുത്ത് ഈ ഇത്രയും മരണങ്ങൾ കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളുടെ ദ്വീപിൽ ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്തുള്ള ദ്വീപാണ് ലക്ഷദ്വീപ്. എല്ലാ ദ്വീപിലും അവരുടെ കാവലാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനപ്പുറത്തൊക്കെ ഞങ്ങൾക്കൊന്നുമില്ല. കാരണം അവരാണ് ഈ ദ്വീപിനെ കാത്തുകൊണ്ട് കിടക്കുന്നത്. മാറ്റി താമസിപ്പിക്കുക പറയുമ്പോൾ നല്ല രീതിയിൽ അത് മാറ്റി താമസിപ്പിക്കണം. പക്ഷെ എന്തുകൊണ്ട് സർക്കാർ അവരെ മാറ്റി താമസിപ്പിച്ചില്ല? ഇങ്ങനത്തെ ഡിസാസ്റ്റർ വെള്ളം കൂടിയിട്ട് വന്നാണല്ലോ, അതവര് അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ഇതുണ്ടെങ്കിലും ചിലപ്പോൾ അതൊക്കെ പ്രോപ്പർ ആവണമെന്നില്ലല്ലോ. പക്ഷെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഗാർഗിൽ കമ്മിറ്റി, കസ്തൂരി രംഗൻ കമ്മിറ്റി, ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അവിടെ കോറികൾ ധാരാളം ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള അല്ല അങ്ങനെ കേട്ടു ഞാൻ, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതന്നെ കേരള സർക്കാരും പറയേണ്ടി അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവര് തന്നെ ഒരു ബന്ധമില്ലാണ്ടാണ് സംസാരിക്കുന്നത്. ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ വെറുതെ പറഞ്ഞാവും, അല്ലെങ്കിൽ കേരള സർക്കാർ. നമുക്ക് തന്നെ കസ്തൂരി രംഗൻ ഗാർഗിൽ കമ്മിറ്റി അതൊരു ബഫർ സോൺ ആണെന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. അവിടെ താമസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അറിവില്ലായിരുന്നു. അതിന്റെ ബേസിസിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അത് മാത്രമല്ലല്ലോ, അവിടെ റിസോർട്ടുകളും ഉണ്ടായിരുന്നല്ലോ. റിസോർട്ടുകൾ വന്നാലാണ് അവിടെ കച്ചവടം, ഒരു ടൂറിസം ഡെവലപ്മെന്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതോ അവിടെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അതും ഒരു കൺഫ്യൂഷൻ ഇല്ലേ? അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് അത്രയും ആൾക്കാർ മരിക്കാൻ പാടില്ലായിരുന്നു, അവരെ മാറ്റി താമസിപ്പിക്കണമായിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിപ്പോ ഗവൺമെന്റ് പറയാണ് ഇന്ന സ്ഥലത്ത് അപകടം ഉണ്ട്, നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാറി താമസിക്കും. പക്ഷെ നമ്മളിപ്പോ അവിടെ ഒരു ഹൈവേയോ പാലോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഗവൺമെന്റ് എന്താ പറയാ, മാറി താമസിക്കണമെന്ന് മാത്രമല്ലല്ലോ, അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കില്ലേ? ഇപ്പൊ ഇവര് മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വീട് വെക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവർക്ക് അതിന് നേരത്തെ തന്നെ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവിടെ അത്രയും സ്റ്റഡീസ്, അത്രയും അറിവുള്ള ആൾക്കാർ പല നാളുകളായിട്ട് സ്റ്റഡീസ് ഒക്കെ നടത്തി ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഒക്കെ ഉണ്ടെന്ന് ഉള്ളൊരു ഏകദേശം ഐഡിയ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നമ്മളെ പോലെ അല്ലല്ലോ ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാർ സംസാരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ബേസിലാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ എല്ലാവരുടെയും യൂത്തിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. സർക്കാരിന് അങ്ങനെ ഒരു ബാധ്യത ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ബാധ്യതയുണ്ട്. ഇപ്പോൾ മുമ്പത്തെ സിൽവർ ലൈനും പ്രൊജക്റ്റ് ഒക്കെ വന്നപ്പോഴും അവർ ഇതുപോലെ തന്നെ മാറ്റി സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്തപ്പോഴും അവിടെ ഉള്ളവർ സ്വന്തം വീട് വിട്ടു പോകാനുള്ള ഒരു വീടും നാടൊക്കെ വിട്ടു പോകാനുള്ള ഒരു കൺസേൺ കാണിച്ചു. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുന്ന് അരൂര് തൊട്ട് കൊല്ലം ആ ഏരിയയിലോട്ടുള്ള ഹൈവേ ഇല്ലേ, അത് നല്ല രീതിയിൽ സ്ഥലമൊക്കെ ഏറ്റെടുത്ത ആൾക്കാരൊക്കെ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ളൊരു സംഗതി ആയതുകൊണ്ടാണ് അവർ അതിനെ അഗ്രി ചെയ്തത്. തന്നെ അവരിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ പുത്തുമല ആ സ്ഥലത്തുണ്ടായിട്ട് ആൾക്കാരെ മാറ്റി താമസിപ്പിച്ച് പുതിയ വീടൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ അടുത്ത ന്യൂസിൽ കണ്ടു, ആ കെട്ടിക്കൊടുത്ത വീടിലും ചോർച്ച കാര്യങ്ങളാണ്. അപ്പൊ മാറ്റി താമസിപ്പിക്കുക പറയുമ്പോ നല്ല രീതിയിൽ അത് മാറ്റി താമസിപ്പിക്കണം. മാറ്റി താമസിപ്പിക്കുമ്പോ അവരിത്രയും കാലം ഇവിടെ താമസിച്ചവരാ, അവര് ജോലി കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് കൃഷി അവരെ പെട്ടെന്ന് ഒരു ടൗണിലേക്ക് അല്ലെങ്കിൽ സിറ്റിക്ക് അവർക്ക് അവരുടെ ജീവിതമാർഗവും കാര്യങ്ങളും അതും നോക്കണം. ലൈഫ് സേവ് ചെയ്യാന്നുള്ളതാണ് ആദ്യം. കാര്യം മാറ്റണം, എല്ലാ കാര്യം നോക്കണം. പിന്നെ മാറ്റുമ്പോ ചുമ്മാ മാറ്റിയാ പോരാ, അവർക്ക് ഇനിയുള്ള ജീവിക്കാനുള്ളതും നോക്കിയിട്ട് വേണം അവരെ മാറ്റണം. ഇതാണ് മാറ്റി താമസിക്കുമ്പോ കോമ്പൻസേഷൻ മാത്രമല്ലല്ലോ കാര്യങ്ങൾ നോക്കേണ്ടത്. അതെ, മൊത്തത്തില് മാറ്റാം. ഒരു മലയാളി ജീവിച്ചു പിന്നെ ഒരു സിറ്റിയിൽ കൊണ്ട് ഇടുമ്പോ അവർക്കൊരു ഇതുണ്ടാവില്ല. തീർച്ചയായിട്ടും വരുമാന മാർഗങ്ങൾ അവർക്ക് വേണ്ടി തുറക്കേണ്ട ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. പേരെന്താണെന്ന് പറയാം? സജിത്ത്. മെൽവിൻ. എന്ത് കോഴ്സാണ് ഇവിടെ ചെയ്യുന്നത്? PGDCM, അതായത് PGയും ഡിപ്ലോമയും കൂടെ ചേർന്നുള്ളൊരു കോഴ്സ്. ഡിഗ്രി കഴിഞ്ഞവരാണല്ലേ? ഓക്കെ. ഇവിടെ വർക്ക് ചെയ്യാനാണോ അതോ പുറത്ത് തളിക്കാനാണോ താല്പര്യം? ഓക്കെ. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആൾക്കാർ കൂടുതലും പുറത്തോട്ട് നേരത്തെ തൊട്ടേ പോകുന്നുണ്ട്.
കോട്ടയം പാല സൈഡിലാണെങ്കിൽ പണ്ട് കാലം തൊട്ടേ പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ ബേസിക്കലി നടക്കുന്നത് പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ ഒരു 15,000 ശമ്പളത്തിലൂടെ നിർത്തും. അവർ പോയി കഴിയുമ്പോൾ അടുത്ത ഇതുപോലെ പഠിച്ചിറങ്ങിയ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കമ്പനികൾ സൂചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന് നിന്ന് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുമ്പ് അവരെ എന്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചില്ല എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷെ അവിടെ സംഭവിക്കുമെന്ന് ഏകദേശം ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും സാറ്റലൈറ്റും സാങ്കേതിക വിദ്യ ഉണ്ട്. അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതുപോലെ കോറികളുണ്ടായിരുന്നു. അതായത് പരിസ്ഥിതി ലോല ഒരു പ്രദേശം തന്നെയായിരുന്നു. അവിടെയാണ് ഇത്രയും ആൾക്കാർ തിങ്ങിപ്പാർത്തത്. മാറ്റിപ്പാർപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. കാരണം ഇത്ര ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. ഈ സംഘടനകൾ ഡയറക്റ്റ് ഇപ്പം വീടുകൾ വെച്ചു കൊടുക്കുകയാണ്. അതാണോ നല്ലത്, സർക്കാർ വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്? ഒട്ടം അവര് ശ്രദ്ധിക്കാനുള്ളൊരു ഇതുണ്ടാവണം. കാരണം ഈ വെച്ചു കൊടുക്കുന്ന വീടുകളൊക്കെ ചിലപ്പോൾ അത് കറക്റ്റായ രീതിയിലുള്ള എന്നുണ്ടെങ്കിൽ അവർ ഏറ്റെടുത്ത് ഒരു വീട് ഇത്ര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാനുള്ള ഇതാണ്. അതിനേക്കാളും നല്ലത് അവരെ വ്യക്തമായ രീതിയിൽ സർക്കാരിന്റെ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ്. ഒന്ന്, ഇതുപോലുള്ള ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പേ നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങൾ വേണം, അല്ലേ? അത് വേണം. അതുപോലെ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സിസ്റ്റം ഉടനെ തന്നെ ഉണ്ടാകേണ്ടതാണ്. സിസ്റ്റം ഉണ്ടായെങ്കിൽ നമുക്ക് ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതായത് മരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുപോലെ തന്നെ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത് അത്യാവശ്യം. ഉരുൾപൊട്ടലിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ വിഷയം. ഇപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റഡീസ് പറയുന്നുണ്ട്. അതായത് അവർ ആ പറയുന്ന ഡാമുകളുടെ ക്യാരിങ് കപ്പാസിറ്റിയുടെ പകുതി പോലെയോ വെള്ളം അവിടെ ഉള്ളൂ, ബാക്കി മണ്ണാണെന്നാണ് പറയുന്നത്. പണ്ട് കാലം തൊട്ടേ നമ്മൾ പുഴമണ്ണ് യൂസ് ചെയ്താണ് വീടുകളും കെട്ടിടങ്ങളും പണിതുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് എപ്പോഴോ സർക്കാർ അത് നിരോധിച്ചു. അത് എടുക്കണ്ട, പകരം എംസാൻഡ് യൂസ് ചെയ്താൽ മതി, മടകൾ പൊട്ടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വന്നു. അതിനെപ്പറ്റി എന്താ ചേട്ടൻ്റെ? എൻ്റെ അഭിപ്രായത്തിൽ പുഴമണ്ണ് തന്നെ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി കാലക്രമേണ നമ്മൾ മഴ പെയ്തും ഇതിൽ നിന്ന് തന്നെ ഒഴുകി വന്നത് കാലക്രമേണ മാറ്റിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണത്. അത് നടത്തുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മണ്ണ് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ സംഭരണ ശേഷി വർദ്ധിക്കുമോ? മണലാണ് അതിനകത്ത് കൂടുതലായിട്ട് കണ്ടേക്കണേ. ഞാൻ നെന്മല ഡാമിലൊക്കെ ഞാൻ പോയിട്ടില്ലാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ മണ്ണിന്റെ ഇതാണ് കാണുന്നത്. ഇത്ര മഴ പെയ്യുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ വെറുതെ മണൽ മാത്രം ഇട്ട് കിടക്കണം. ഇപ്പൊ നമ്മൾ ഷൊർണൂറൊക്കെ ചെല്ലുമ്പോൾ കാണാം, കംപ്ലീറ്റ് മണലാണ്. മണലില്ലാത്തൂടി അവർ കൈത്തോട് പോലെയാണ് ആ പുഴ ഒഴുകുന്നത്. അതിന്റെ ആ നടുഭാഗമൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ കുറെ മണൽ കിട്ടും നമുക്ക്. ഒരു കൺട്രോൾഡ് ആയിട്ട് വേണം എല്ലാം ചെയ്യാൻ, എല്ലാ ആക്രാന്തം വലിച്ചുവാരി ചെയ്യാൻ രീതിയിൽ അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ശരി ചേട്ടാ, താങ്ക് യു. എൻ്റെ പേര് അബ്ദുൽ ജാഫർ ഖാൻ. എവിടെ സ്ഥലം? അമ്നി ദ്വീപ്. നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് ഒരു ആളെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട്. മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പം ഇവിടെ എല്ലാവരും ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലിന്റെ ഭീഷണിയുണ്ട്. ബാക്കി ഇപ്പം ആലപ്പുഴ ജില്ലയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ കടലിന്റെ ഭീഷണിയുണ്ട്. ലക്ഷദ്വീപിൽ എന്താണ് അവസ്ഥ? ലക്ഷദ്വീപിൽ ഇന്ന് അങ്ങനത്തെ തിരമാലകൾ അടിച്ചു കയറുന്ന ഒരു അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി അനുസരിച്ച് ലക്ഷദ്വീപ് ചുറ്റും കടലാണ്. അതിന് തടയാൻ വേണ്ടി ഈ കടലിൽ അവിടെ ലഗൂണുള്ള ദ്വീപുകളുണ്ട്, ലഗൂണില്ലാത്ത ദ്വീപുണ്ട്. അപ്പോൾ അത് ഈ കടൽ പ്രക്ഷോഭത്തെ തടയാൻ വേണ്ടി അതിന് സർക്കാർ ലെവലിൽ അതിൻ്റെ ആ രീതിക്ക് അത് ദ്വീപിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതുവരെ വേറെ പേടിക്കാനായിട്ട് എന്തെങ്കിലും അവിടെ എന്താണ് ഇതുപോലുള്ള ഈ ഉരുൾപൊട്ടലോ കടൽ കയറലോ അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇല്ലല്ല, ഒന്നും പേടിക്കാനില്ലെന്നാണ് പറയുന്നത്. ലക്ഷദ്വീപ് സംബന്ധിച്ചൊന്നും പേടിക്കാനൊന്നുമില്ല. എന്നാലും സുനാമി വന്നു കഴിഞ്ഞാൽ, സുനാമി പോലത്തെ വന്നു കഴിഞ്ഞാല് വരാതിരിക്കട്ടെ, ഞാൻ ചുമ്മാ ചോദിക്കുന്നു. അത് അവിടെ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളുടെ ദ്വീപില് ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്തുള്ള ദ്വീപാണ് ലക്ഷദ്വീപ്. എല്ലാ ദ്വീപിലും അവരുടെ കാവലാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ അപ്പുറത്തൊക്കെ ഞങ്ങൾക്കൊന്നുമില്ല. കാരണം അവരാണ് ഈ ദ്വീപിനെ കാത്തുകൊണ്ട് കിടക്കുന്നത്. ലക്ഷദ്വീപിൽ ഇത്ര വരെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. സർക്കാരിന്റെ സൈഡിൽ നിന്നും സേഫ് ഒരു അതാണ്, വേറെ അലർട്ട് കാര്യങ്ങളൊന്നും ഇല്ല. 2014 ഒരു രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ നാശനഷ്ടങ്ങളൊക്കെ ദ്വീപിലുണ്ടായിരുന്നു. അല്ല, നമുക്ക് ഇവിടുത്തെ മഴ ക്ലൈമറ്റ് അതുപോലെ തന്നെയാണ് അവിടെയും വരിക? ഇവിടുത്തെ പോലെ അധികം വലിയ രീതിക്കൊന്നും വരില്ല. നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലേ എല്ലാം ചെയ്യാറ്? കേന്ദ്ര സർക്കാർ. അപ്പം നമ്മളിവിടെ ഉരുൾപൊട്ടലാണ്, അവിടെ ചുഴലിക്കാറ്റാന്ന് പറഞ്ഞു. ഇപ്പൊ ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പറായിട്ട് വാണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഫിഷറീസ് മുഖാന്തരവും പിന്നെ മറ്റേ ദൂരദർശൻ മുഖാന്തരവും ഒക്കെ അവർ പറഞ്ഞു തരും. നമ്മളെ ഡയറക്റ്റ് ആൾക്കാർ വരുമോ ഇങ്ങനെ പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ? ഇത് വരുമല്ലോ, മെസ്സേജ് വരുമല്ലോ. ആ മെസ്സേജ് അവർ അതാത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും.
നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലേക്ക് വരും. ഞങ്ങൾക്കാണെങ്കിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ അത് ഒരു മുൻകൂട്ടി ഫിഷറീസിന് ഒക്കെ അറിയിപ്പ് തരും. ഇന്ന രീതിക്കാണ് ഇത്ര വെയിറ്റിൽ കാറ്റ് വരുന്നുണ്ട്, മഴയുണ്ട്, അപ്പോൾ കടലിൽ പോകരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ കരയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെയുള്ള മുന്നറിയിപ്പൊന്നും തരാൻ സിസ്റ്റം ഇല്ലേക്ക്. ഈ ഉരുൾപൊട്ടിപ്പോയ ജനങ്ങൾക്കുണ്ടല്ലോ, ഇവർക്ക് കാശ് കൊടുത്താൽ അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, എത്ര പണം കൊടുത്താലും. പക്ഷെ ഇനി ബാക്കിയുള്ളവർക്ക്, എൻ്റെ അഭിപ്രായം, ബാക്കിയുള്ളവർ അവരെ ജീവിക്കണമെങ്കിൽ അവരെ അതിൻ്റെ ആ രീതിക്ക് കൊണ്ട് താമസിപ്പിച്ച് അവർക്ക് നല്ലൊരു വീട് കൊടുത്ത് അവർക്ക് എന്താണ് അവരുടെ ജോബ്, അത് അനുസരമായ രീതിക്ക് ആ ജോബും കൊടുത്ത് എന്നാലേ അവർക്ക് അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റും. പിന്നെ പൈസ കൊടുത്താൽ ഈ പൈസ ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ അത് പോവും, പിന്നെയും അവരെന്താവും, റോട്ടിൽ അലയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതും പ്രോപ്പറായിട്ടുള്ള വീടുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് നശിച്ചു പോകാത്ത. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലുണ്ടായി ആൾക്കാരെ പുനരധിവസിപ്പിച്ചു. പക്ഷെ ആ വീടുകളെല്ലാം ഇപ്പോൾ ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ വീട് വെക്കുന്നത് അതേ സ്ഥലത്തല്ലേ കൊണ്ട് വെക്കുന്നത്, നല്ല പ്രോപ്പറായ സ്ഥലത്തിൽ കൊണ്ട് വീട് വെക്കണ്ടേ, വെച്ച് അതിൻ്റെ ആ രീതിക്കുള്ള ചെയ്ത് കൊടുത്താലാണ്. ക്വാളിറ്റിയുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്ര നേരം സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ ലിങ്ക് അയച്ചു തരാം. മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ അതുപോലുള്ള ഡിസാസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ടാക്സ് പിരിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനുള്ള ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ കാര്യങ്ങൾ. സുനാമിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ തുടർച്ചയായി സംഭവിക്കുന്നെങ്കിലും അതിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വേണ്ട രീതിയിലുള്ള പുനരധിവാസ പദ്ധതികൾ, പാക്കേജുകൾ ഉണ്ടാകുന്നില്ല. കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ നേരിടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വളരെ വേഗത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട തൊഴിലും നൽകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ വിപത്ത് നടന്നതിന് ശേഷവും അത്തരത്തിലുള്ള ഒരു ചിന്തയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പായിട്ട് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പുനരധിവാസ പദ്ധതിയും പാക്കേജും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഉണ്ടായേ തീരുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു ചർച്ചയായിട്ട് വരുന്നത് ദിസ് ഈസ് സക്രിയ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം മലങ്കര റിപ്പോർട്ടർ.